തനിക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണം ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ഇതിന്റെ പേരിൽ രാജിവെക്കില്ലെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇന്ന് സുപ്രീം കോടതിയിൽ ചേർന്ന അടിയന്തര ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് നിലപാട് വ്യക്തമാക്കി. ചില പ്രധാനപ്പെട്ട കേസുകൾ അടുത്തയാഴ്ച കേൾക്കാനിരിക്കെ ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കാരവൻ, വയർ, സ്ക്രോൾ എന്നീ ഓൺലൈൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ലൈംഗികാരോപണം സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ചീഫ് ജസ്റ്റിസിന്റെ മുൻ ഓഫീസ് ജീവനക്കാരിയാണ് ആരോപണത്തിന് പിന്നിൽ. തുടർന്ന് ഇന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് അരുൺ മിശ്ര, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവർ അടങ്ങിയ മൂന്നംഗ ബെഞ്ച് അടിയന്തരമായി ചേരുകയായിരുന്നു. തന്നെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മോശമാക്കാനുള്ള ശ്രമമാണിതെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇതിന്റെ പേരിൽ രാജിവെക്കില്ല. ഇത്തരം ആരോപണങ്ങൾ കണക്കിലെടുക്കാതെ തന്നെ താൻ ചുമതല നിറവേറ്റുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. സാമ്പത്തിക വിഷയത്തിൽ എന്നെ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് അവർ ഇത് കൊണ്ടുവന്നു. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ആകെ ഭീഷണി നേരിടുന്നു. 20 വർഷത്തെ നിസ്വാർത്ഥ സേവനത്തിന് ഇതാണ് തനിക്ക് ലഭിച്ച പ്രതിഫലം. എന്നാൽ ഭയമോ പക്ഷപാതമോ ഇല്ലാതെ തന്റെ ജോലി തുടരുമെന്നും മുതിർന്ന ജഡ്ജിയായ ജസ്റ്റിസ് അരുൺ മിശ്ര ഈ പരാതിയിൽ ജുഡീഷ്യൽ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതു താല്പര്യമുള്ള വിഷയം പരിഗണിക്കുവാനായി മൂന്നംഗ ബെഞ്ചിന്റെ അടിയന്തര സിറ്റിംഗ് ഉണ്ടാകുമെന്നായിരുന്നു അറിയിപ്പ്. സോളിസിറ്റർ ജനറലിന്റെ ആവശ്യപ്രകാരമാണ് സിറ്റിംഗ് എന്നും പറയുന്നു. അതേസമയം ഏത് വിഷയത്തിലാണ് ബെഞ്ച് അടിയന്തരമായി ചേരുന്നതെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നില്ല. അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ, സോളിസിറ്റർ ജനറൽ, ബാർ അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ കോടതിയിലെത്തിയിരുന്നു. 35-കാരിയായ മുൻ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റാണ് പരാതിയുമായി 22 സുപ്രീം കോടതി ജഡ്ജിമാർക്ക് കത്ത് നൽകിയത്. 2018 ഒക്ടോബർ 10, 11 തീയതികളിൽ ചീഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക വസതിയിലെ ഓഫീസിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ആരോപണം. വെബ് ഡെസ്ക് കൈരളി ന്യൂസ്.